ഇന്ന് പുലർച്ചെ വയലത്തൂരിലെ സുഹൃത്തിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വടകര തെക്കത്തിന്റെ പുര അജ്മൽ എന്ന കാമിലിക്ക് വികാരഭരിതമായ അന്ത്യയാത്ര. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കൂടെ ഉള്ളവർക്കും കൂട്ടുകാരികൾക്കും വിതുമ്പൽ അടക്കാനായില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒട്ടേറെ സ്ത്രീകളാണ് തന്റെ കൂട്ടുകാരിയെ അവസാനമായി കാണുവാൻ നാനാ ഭാഗങ്ങളിൽ നിന്നും എത്തിയത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വടകരയിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോയി വടകര ഷെയ്ഖ് പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്യും. കാമിലയുടെ പിതാവ് അസീസ് അടക്കം ചില ബന്ധുക്കളും തിരൂരിലെത്തിയിരുന്നു. കാമിലയുടെ കയ്യിൽ നിന്നും ഷെഫീഖ് 5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണമടക്കം കൈപ്പറ്റിയിട്ടുണ്ടെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും കാമിലയുടെ പിതാവ് അസീസ് ന്യൂസ് 99 പറഞ്ഞു. ഞാൻ രാവിലെ സംഭവിച്ചറിഞ്ഞത് 8:45 അറിയുന്നത്. അപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടിൽ നിന്ന് സംഭവം പറയുന്നത്. ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ വണ്ടി ഇല്ലാണ്ടായപ്പോൾ ട്രെയിനിന് വന്നിട്ട് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങി താനൂർ ഇറങ്ങി അവിടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടുന്ന് നല്ല നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തിരൂർ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഓ ശരിക്കും ചെമ്പറ വടകര ബീച്ച് റോഡ് തായങ്ങാടി. ഓ അറിയാം. കുറെ മുമ്പേ അറിഞ്ഞിക്ക്. അത് പൈസ എടുത്തെന്ന് വെച്ചാൽ ഞാൻ അവനോട് പൈസക്ക് ഒരു വായ്പത്തിനായിട്ട് ചോദിച്ചിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞ 5 ലക്ഷം ഉറുപ്പ് ഉള്ളത് ഞാൻ അവനിക്ക് കൊടുത്തു. ജെല്ലിങ് എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ വേറെ പൈസ ഒന്നുമില്ല. ഈ പൈസ ആയാലും ഞാൻ ഉപ്പാക്ക് എന്തെങ്കിലും അയച്ചു തരാന്നാ പറഞ്ഞത്. പിന്നെ അതിന് മറുപടി ഒന്നും പിന്നെ വന്നിട്ടില്ല. അന്നതിന് ശേഷം ഞാനിപ്പോൾ 2-3 ആഴ്ച മുമ്പ് അവൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ സമയത്ത് അവിടുന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ പോകാൻ നേരത്ത് 2000 ഉറുപ്പ് എൻ്റെ പോക്കറ്റിലിട്ടാണ്. പൈസ ലായിക്കാൻ ഞാൻ ഉപ്പാക്ക് അയച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മോള് എല്ലാവരും ഓൻ്റെ അടുത്ത് വരുത്തുമുണ്ട് പോക്കുമുണ്ട്. നമ്മളെ മോനല്ലേ, വേറെ ആരും അല്ലല്ലോ. പക്ഷെ നമ്മളെ മോൻ അങ്ങനെ അയക്കുന്നില്ല. ഞാൻ എൻ്റെ മോനെ എനിക്ക് അങ്ങനെ വിടാൻ പറ്റും. അതാണ് ഇത്രയും മാത്രമേ ഉള്ളൂ. നല്ല ബന്ധം. വെട്ടും പോക്കും എല്ലാം ഉണ്ട്. വിളിക്കലും ഉണ്ട്. ഡെയിലി ഇങ്ങനെ അത്യാവശ്യം ഉമ്മാനെ വിളിക്കും. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് കാവപ്പുര നായർപ്പടിയിലെ പോണിയേരി മൂസ എന്നവരുടെ വീട്ടിലെ കാർ പോർച്ചിൽ വടകര സ്വദേശിനിയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കാമിലിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാമില തൗഫി എന്ന തന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ തന്റെ മരണത്തിന് ഉത്തരവാദി തൗഫീഖാണെന്ന് പോസ്റ്റ് ഇട്ടതിനു ശേഷമാണ് യുവതി തൂങ്ങി മരിച്ചിട്ടുള്ളത്.